ഒരു റിലേഷൻഷിപ്പിനെ കില്ല് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. കാരണം ചില ആളുകളെങ്കിലും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. കുറെ നാളുകൾക്ക് ശേഷം അവർ തന്നെ ഒരു റിഗ്രറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. പണ്ടേ മൂവ് ഓൺ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ സ്വഭാവമൊക്കെ കണ്ട സമയത്ത് തന്നെ ഒന്നുകൂടി റീതിങ്ക് ചെയ്ത് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കണമായിരുന്നു എന്ന് പറയാറുണ്ട്. സോ എങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ആണ് നമ്മൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഒരു ബിഹേവിയർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് നുണ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ബാഡ് ബിഹേവിയർ ആണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സൈലന്റ് ട്രീറ്റ്മെന്റ് നൽകുന്നു എന്നുള്ളത്. ഇനി റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുന്ന മറ്റൊരു ബിഹേവിയർ ആണ് ഇമോഷൻസിനെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇമോഷൻസിനെ ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ. നെക്സ്റ്റ് ഒരു ബിഹേവിയർ ആണ് എല്ലാ കാര്യത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത്.